എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നിയമപരമായി പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയും അതുമായി ബന്ധപ്പെട്ട് അവർ അക്കൗണ്ട് മുഖേന കൈമാറിയിട്ടുള്ള പണത്തിന്റെയും കാര്യങ്ങൾ സംബന്ധിച്ചാണ് കുറെ ദിവസമായി ചർച്ച ചെയ്യുന്നത്. ഭയമൊന്നുമില്ലല്ലോ. കൊള്ളാം, എനിക്കോ നല്ല കാര്യം. അപ്പൊ GST അടച്ചു എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അടച്ചിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ ഡിപ്പാർട്ട്മെന്റ് നടപടി സ്വീകരിക്കട്ടെ. ഏത് നടപടിയും ഏറ്റുവാങ്ങിക്കാൻ ആ കമ്പനിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളും ആ കമ്പനിയും തയ്യാറാവട്ടെ എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ പുറത്തുവിട്ടാൽ കേരളം ഈ ലോകമാകെ ഞെട്ടിപ്പോവും എന്നാ പറയുന്നത്. അങ്ങനെ ഞെട്ടുന്നവരൊന്നല്ല കേരളത്തിലെ ജനങ്ങൾ. നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കുറെ കാലമായാലോ CPM-നെതിരായിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. CPM-നെതിരായിട്ട്, CPM നേതാക്കന്മാർക്കെതിരായിട്ട് ഞെട്ടിപ്പിക്കുന്ന കുറേ വാർത്തകൾ നിങ്ങൾ പുറത്തുവിട്ടു. പക്ഷെ ഒരു ഞെട്ടലും കേരളത്തിലെ ജനങ്ങൾക്കോ ഈ രാജ്യത്തെ ജനങ്ങൾക്കോ ആ വാർത്ത കേട്ടിട്ട് ഉണ്ടായിട്ടില്ല. സ്വബോധമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ. എക്സാലോജി കമ്പനിയും ഈ CMRL തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമായി എവിടെയെങ്കിലും ആ ഉടമ്പടി ലംഘിച്ചു എന്ന് CMRL എന്ന് പറയുന്ന കമ്പനി എന്തെങ്കിലും ഘട്ടത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? 1,00,000 രൂപ പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ എക്സാലോജിക്കും CMRL തമ്മിൽ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു കരാറുണ്ട് എന്ന് സനോജ് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? എക്സാലോജിക്കും CMRL തമ്മിൽ കരാറുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർക്ക് പണം കൊടുത്തിട്ടുണ്ടാവുക. അതാ കമ്പനി ഊഹമാണോ? ആ കാര്യങ്ങൾ പുറത്തു ഊഹമാണോ ബോധ്യമാണോ? പറയില്ലല്ലേ, അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. എന്റെ ബോധ്യം അതാണ്. അതാണ് CMRL എന്ന് പറയുന്ന കമ്പനിയും എക്സാലോജിക്കും തമ്മിൽ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറിന്റെ വിശദാംശങ്ങൾ നമുക്കറിയാം. പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? ഏതായാലും കരാറിന്റെ അടിസ്ഥാനത്തിൽ അവർ സേവനങ്ങൾ നൽകിയിട്ടുണ്ടാവും, അതിന് കാശ് കൊടുത്തിട്ടുണ്ടാവും. ആ കരാറിന്റെ വിശദാംശം പോലും അറിയാതെ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ സേവനം നൽകിയെന്നും അതിന് നൽകിയ പണമാണെന്നും എങ്ങനെയാണ് സനോജിനെ പോലെ ഒരാൾ വിധിക്കുന്നത്? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കരാറിന്റെ വിശദാംശം എന്തിനാണ് നമ്മൾ അറിയുന്നത്? ഇവിടെ അറിയണ്ടേ? അങ്ങനെയാണ് ഈ ചർച്ച നിങ്ങൾ നടത്തുന്നത്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെഗളിച്ച വർത്താനേ പറയും. സനോജ് DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്, CPM-നെ ഈ ചർച്ചയിൽ പ്രതിനിധീകരിക്കുന്നു. സനോജ് പറഞ്ഞത് അങ്ങനെ ഒരു കരാറുണ്ട് എന്നാണ്. ആ കരാറ് സനോജിന്റെ ബോധ്യമാണെന്ന് പറഞ്ഞു. ആ കരാറിന്റെ വിശദാംശങ്ങൾ സനോജിന് അറിയില്ല. അത് ശരി. ആ കരാറിന്റെ വിശദാംശങ്ങൾ അറിയാതെ സനോജ് പറയുകയാണ് കരാർ അനുസരിച്ചുള്ള സേവനം കൊടുത്തിട്ടുണ്ടാകാം, അതിന് പണം നൽകിയിട്ടുണ്ടാകാം. ഊഹമാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള സേവനം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവർ ആവശ്യപ്പെടുന്ന പണം ഇങ്ങനെ കൈമാറില്ലല്ലോ. എങ്കിൽ എന്ന് പറയുന്നത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ പറയട്ടെ, എന്റെ ബോധ്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കരാറാണെങ്കിൽ പിന്നെ അക്കൗണ്ട് മുഖാന്തരം പണം കൊടുക്കേണ്ട കാര്യമുണ്ട്. എന്തോ ആളാക്കിയതാണല്ലേ. UDF-നും ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്കും ഒരുപക്ഷെ അതൊരു കുഴപ്പമായി തോന്നിയേക്കാം. എന്താണ് ഞങ്ങൾ പുതിയ കണ്ടെത്തിയത്? എന്താ കാര്യം? ഞങ്ങൾ മുന്നോട്ട് വെച്ച പുതിയ കാര്യം എന്താണ്? വിവിധ കമ്പനികൾ തമ്മിൽ ഇങ്ങനെയെല്ലാമുള്ള കരാർ ഉണ്ടാവുന്നു, സ്വാഭാവികമായ കാര്യമാണ്. നിലവിൽ എക്സാലോജിക്കോ അതിന്റെ ഏക ഉടമയായ വീണ തൈക്കണ്ടിയോ ഈ കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ഒരു പ്രോമിനന്റ് പേഴ്സന്റെ മകളെന്നുള്ള നിലയ്ക്ക് കൊടുത്ത പണമാണെന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്ന ആള് വീണയുടെ പിതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. നിലവിൽ ഈ കാര്യത്തിൽ ആ കമ്പനിയുടെ എല്ലാ ഇടപാടുകളെയും ഓണപ്പ് ചെയ്തിരിക്കുന്നത്, ഉത്തരവാദിത്ത ബോധത്തോടെ ഏറ്റെടുത്ത് പ്രതിരോധിച്ചിരിക്കുന്നത് CPIM ആണ്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. അതുകൊണ്ട് പാർട്ടിയുടെ പ്രതിനിധിയോടാണ് ഞാൻ ചോദിക്കുന്നത്, ആ കരാറ് എന്താണ്, അതിന്റെ ഉള്ളടക്കമെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ല. സേവനം നൽകിയിട്ടുണ്ടാകാം എന്നതാണ് നിങ്ങളുടെ ബോധ്യമെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കമ്പനിയും കരാറും തമ്മിൽ, ഈ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ട്രാൻസാക്ഷൻ നടന്നതുകൊണ്ട് എല്ലാം ഭദ്രമാണ് നിങ്ങൾ എങ്ങനെയാണ് വാദിക്കുന്നത്? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. എന്തിനാണ് അതിനകത്തൊരു പ്രോമിനന്റ് പേഴ്സൺ എന്നൊക്കെ എഴുതി വെച്ചത്? അതിനൊരു ലക്ഷ്യമുണ്ട് സുരേഷ്. ആ ലക്ഷ്യത്തെ കുറിച്ചാണ് കഴിഞ്ഞ കുറെ ദിവസമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ ഈ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇന്ന രേഖകൾ നിങ്ങൾ തന്നാൽ, ഇന്ന കാര്യങ്ങൾ എഴുതി തന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന നികുതി ഇളവ് തരാം. ആര് പറയുന്നു? ഈ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. ആ ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനി അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും എഴുതി വാങ്ങിയിട്ടുണ്ട്.
ആ എഴുതി വാങ്ങിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? സനോജേ, ഉണ്ടായിരുന്നു. അടിസ്ഥാന മുഖ്യമന്ത്രി വസ്തുതകളൊന്ന് CPIM മനസ്സിലാക്കണം. CMRL കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കൊണ്ട് കേട്ടിട്ടുണ്ടോ? ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഇങ്ങനെ പ്രോമിനന്റ് പേഴ്സന്റെ മകൾ എന്ന് എഴുതി വാങ്ങി എന്നല്ലേ താങ്കൾ പറഞ്ഞത്? അങ്ങനെയാണോ? ശരിയാണോ? ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും CPIM-നെയും താറടിച്ച് കാണിക്കാൻ, അവർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ആവശ്യമായിട്ടുള്ള പല രേഖകളും അവർ എഴുതി വാങ്ങിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെയെല്ലാമുള്ള നിലയിൽ ഇടപെടുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് BRM ഷഫീറിനും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ല. പിന്നെ മുഖ്യമന്ത്രിയെയും മകളെയും കുരുക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ ആരെഴുതി വാങ്ങിച്ചു എന്നാണ് സനോജ് ആരോപിക്കുന്നത്? എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. അതൊക്കെ ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് അതിനെ നിയന്ത്രിക്കുന്ന സംവിധാനമുണ്ട്. ആരാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത്, ആരാണ് ഇവരെ നിയമിക്കുന്നത്? അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? സനോജ് ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ലേ? അത് വ്യക്തതയോടെ ഉന്നയിക്കും. കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ സാന്നിധ്യം, അതിന്റെ നിയന്ത്രണം അതിനകത്തുണ്ട്. ഇതുപോലത്തെ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ. ഒരു പ്രോമിനന്റ് പേഴ്സന്റെ മകൾക്ക് കൊടുത്ത മാസപ്പടിയാണെന്ന് വരുത്താൻ വേണ്ടി CMRL-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിൽ നിന്ന് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങി ഈ രീതിയിലാക്കിയതാണ്. അതാണ് താങ്കളുടെ ആരോപണം. ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് സനോജിനോട് റിക്വസ്റ്റ് ഉണ്ട്. ഒന്ന്, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ 71 പേജ് വരുന്ന ഉത്തരവ് താങ്കൾ വിശദമായി വായിക്കണം. വായിച്ചിട്ടുണ്ടാകാം, ഒരിക്കൽ കൂടി വായിക്കണം. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. 2019 ജനുവരി മാസം 25-ാം തീയതി CMRL നടത്തിയ റെയ്ഡിൽ 131 സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവിടുത്തെ CFO, അവിടുത്തെ IT മാനേജർ, അവിടുത്തെ IT ടെക്നീഷ്യൻ ഇവരടക്കമുള്ളവരുടെ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും അവസാനം MD-യുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ അവർ കൊടുത്ത മൊഴിയാണ്. ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്, ഇതിന് പുറത്തു നിന്നുള്ള സേവനം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരാർ പ്രകാരമുള്ള ഒരു സേവനവും നൽകാതെ 1,72,00,000 രൂപ ഈ വീണ തൈക്കണ്ടിക്കും എക്സാലോജിക്കിനും വഴിവിട്ട രീതിയിൽ നൽകി. അതൊരു പ്രോമിനന്റ് പേഴ്സന്റെ മകളായതുകൊണ്ടാണ് നൽകിയത് എന്ന വാദം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ ഉന്നയിക്കുന്നതും അവരത് അംഗീകരിക്കുന്നു. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അല്ലാതെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് CMRL-ന്റെ ആൾക്കാരെ വിളിച്ചു വരുത്തി പിണറായി വിജയനെതിരെ ഒരു പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങുന്നതല്ല. ഒരു അടിസ്ഥാന വിവരം അത് താങ്കൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.